ഒരുപാട് ഇതിഹാസങ്ങൾ നമുക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോളിൽ നിരവധി ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ പേരും ഓരോ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലം അത് കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ലിയോണൽ മെസ്സി വരുമ്പോൾ അതെല്ലാം മെസ്സിയിലേക്ക് എത്തുന്നത് കാണുകയാണ്. മെസ്സി ഫുട്ബോളായി മാറുകയാണ്. ലോകത്തിലെ എല്ലാ ഫുട്ബോൾ റെക്കോർഡുകളും അത് മെസ്സിയിലേക്ക് വന്നു ചേരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡുകൾ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം നേട്ടങ്ങളാണ് ഓരോ മത്സരത്തിലും മെസ്സി തീർത്തുകൊണ്ടിരിക്കുന്നത്. നേടാവുന്നതെല്ലാം നേടിയിട്ടും അടങ്ങാത്ത വിജയദാഹമാണ് ആരാധകരുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. നമ്മോടൊപ്പം ഫുട്ബോൾ പരിശീലകനും മുൻ താരവുമായ എബിൻ റോസ് കൂടി ചേരുകയാണ്. എബിൻ റോസ്, നമ്മൾ മുൻപ് സംസാരിക്കുമ്പോൾ കുറേ വിവാദങ്ങളായിരുന്നു ലോകകപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്യാൻ ചിലരെങ്കിലും തയ്യാറായതെങ്കിൽ ഇന്ന് മെസ്സിയുടെ മാസ്മരിക പ്രകടനത്തിൽ വിസ്മയിച്ചിരിക്കുകയാണ് ലോകം. ഇന്നത്തെ കംബാക്ക് പെർഫോമൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ലോകകപ്പിലെ അർജന്റീനയുടെ പെർഫോമൻസ് തന്നെ അവിശ്വസനീയവും അത്ഭുതം ഉളവാക്കുന്നതാണ്. തീർച്ചയായിട്ടും മെസ്സി ഈ ലോകകപ്പിന്റെ ഹീറോ ആകുമെന്ന് നമ്മള് സ്വപ്നത്തിൽ പോലും, അതായത് അദ്ദേഹത്തിന് ആ ഒരു പ്രായത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്ന കാത്തിരുന്നപ്പോൾ അദ്ദേഹം ഈ രാജാക്കന്മാരുടെ മുകളിലും ചക്രവർത്തിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്ഭുതകരമായ പ്രകടനം, വേറെ ഒരു വാക്കുകളും ഇല്ല. അവിശ്വസനീയം എന്ന വാക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത്രത്തോളം മികച്ചൊരു പെർഫോമൻസ് ആണ് അർജന്റീന ടീമും മെസ്സിയും കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫൈനലിലൂടെ വിജയമാണെങ്കിൽ റെക്കോർഡുകൾ മാത്രമല്ല, ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടും. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ റൊണാൾഡോ മെസ്സി പോരാട്ടത്തിനപ്പുറം മറഡോണയ്ക്കും പെലയ്ക്കും ശേഷം ആരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മുകളിലായിട്ട് മെസ്സിയെ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ വേൾഡ് കപ്പ് ഉളവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അതോടൊപ്പം നമ്മൾ പലപ്പോഴും താരങ്ങളുടെ പേരുകൾ ഇങ്ങനെ പറയും, പക്ഷേ പരിശീലകരെ കൂടി പറഞ്ഞു പോകണം. ഈ ലോകകപ്പിന്റെ ഈ വിജയത്തിൽ ഒരുപക്ഷെ അർജന്റീന പരിശീലകൻ സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു മത്സരത്തിന്റെ മാത്രം പരിചയമുണ്ടായിരുന്ന ജൂലിയാനോ സിമിയോണി ആദ്യ 11-ൽ എത്തുമ്പോൾ തന്നെ അതൊരു ടാക്ടിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കമായിരുന്നു. മത്സരത്തിലും അത് കാണാൻ സാധിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു കോച്ച് എടുക്കുന്ന ഡിസിഷൻ നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സ്പെഷ്യൽ നല്ലൊരു ഗോൾ ലീഡായിരിക്കുന്ന സമയത്ത് അറ്റാക്കറായ ഗോൾ സ്കോർ ചെയ്ത ഗോൾഡനെ മാറ്റിയതിനു ശേഷം കോൺസെ കൊണ്ടുവന്നത് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അത് അർജന്റീനയ്ക്ക് തിരിച്ചു വരുന്ന അവസരം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ ചേഞ്ചസ്. അതുപോലെ തന്നെ ലയണൽ മെസ്സിയെ പോലെ ഒരു കളിക്കാരനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മളെല്ലാം ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രായവും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതും, അതിനോടൊപ്പം തന്നെ ശാന്തമായ ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷം ടീമിൽ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റാർ വാല്യുള്ള താരങ്ങളെയൊക്കെ ഒരു കുടക്കീഴിൽ അണിയിച്ചുകൊണ്ട് ഒരു ടീമായിട്ട് കളിപ്പിക്കാൻ സാധിച്ച അദ്ദേഹത്തിന് എത്ര വാക്കുകൾ പറഞ്ഞാലും അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എബിൻ റോസ്, അതോടൊപ്പം ഒരു ടീം കളിക്കണമെങ്കിൽ അത് ആ ഒത്തൊരുമ എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ടീമാണ് ഇന്നത്തെ അർജന്റീന എന്ന് പറയാം. കാരണം അത് മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറയുമ്പോൾ പോലും നമുക്കറിയാം ആ ടീമിലെ എല്ലാവരും ഈ മെസ്സിക്ക് വേണ്ടി കളിക്കുക എന്നത് മാത്രമല്ല, ആ സ്നേഹമുണ്ട്. പല തരത്തിലാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ആളുകൾക്കും പറയാൻ അവർക്ക് മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അർത്ഥത്തിലാണ് ആ ടീമിനെ കൊണ്ടുപോകുന്നത്. ആ ടീം അത്രമാത്രം പരസ്പരം നൽകാൻ തയ്യാറാകുന്ന ഒരു സംഘമായി അത് മാറിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അർജന്റീനയിലെ ഒരു മത്സരത്തിൽ അവസാനമായി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഗോൾ നേടാനുള്ള ഒരു അവസരം മെസ്സി പെനാൽറ്റി നൽകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറ്റു താരങ്ങൾ ഗോൾ എടുക്കുന്നില്ല എന്ന് ഓട്ടോമാറ്റിക് പറയുമ്പോൾ മറ്റു താരങ്ങൾ നിർബന്ധിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തരത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവരും കളിക്കുക എന്ന തരത്തിലേക്ക് ആ ടീം, ആ ഒത്തൊരുമയാണ് ഒരുപക്ഷെ ഈ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന പോലെ കളിക്കളത്തിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മെസ്സി. അദ്ദേഹത്തിന്റെ ആ ഒരു കളിക്കാരോട് ഇടപഴകുന്ന രീതിയും ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു റോൾ മോഡൽ, ഇന്നത്തെ ഫുട്ബോളിന്റെ ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ റോൾ മോഡൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. മെസ്സി അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനോടൊപ്പം തന്നെ ആദ്യ മത്സരങ്ങളിലേക്ക് മെസ്സിയെ കണ്ടെത്താനുള്ള ഒരു സാവധാനത്തിലുള്ള കളി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അർജന്റീനയെ ബാധിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അത് മെസ്സിയും മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ലൊതാരോ മാർട്ടിനസും അൽവാരസിനെ പോലെ വളരെ മിടുക്കരായ സ്ട്രൈക്കേഴ്സിന് കൂടുതൽ പ്രാധാന്യം മെസ്സിക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഈഗോ അത് നമുക്ക് നിഷേധിക്കാമല്ലോ. പക്ഷെ ആ ഈഗോയൊക്കെ മറികടന്നുകൊണ്ട് ലൊതാരോ മാർട്ടിനസിനും അൽവാരസിനും പെർഫോമൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ടീം ഇംപ്രൂവ് ചെയ്തപ്പോൾ അർജന്റീനയെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ടീമിന്റെ പെർഫോമൻസ് ഉയർന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാം, ഇംഗ്ലണ്ടിലുള്ള മത്സരത്തിന് സാധാരണയായി മധ്യഭാഗത്തൂടെ ഇങ്ങനെ ബോൾ റിസീവ് ചെയ്തുകൊണ്ട് ബോക്സിനകത്തേക്ക് കയറുന്ന മെസ്സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
വിങ്ങുകളിലേക്ക് പോയി ഇംഗ്ലണ്ട് ടീമിനെ അട്രാക്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഹകളിക്കാരെ കൊണ്ട് ഗോളടിപ്പിക്കുന്ന ആ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ടീം മാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൻസ് നമുക്ക് ഒരിക്കലും ഇതുപോലൊരു ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കളിക്കാൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് ഇനി ഫൈനലിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നേരത്തെയൊക്കെ തുടക്കത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരു ഹൂലിയൻ ആൽവരസിനെയും ലൗറ്ററോ മാർട്ടിനസിനെയും കണ്ടിരുന്നുവെങ്കിൽ ഫൈനലിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും കോൺഫിഡൻസോടുള്ള ഒരു മുന്നേറ്റ നിരീയുമായാണ് അർജന്റീന വരുന്നത് എന്ന് പറയാം. തീർച്ചയായിട്ടും താങ്കളുടെ നിരീക്ഷണം വളരെ കറക്റ്റ് ആണ്. കാരണം അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, വിജയിക്കുമ്പോൾ ടീമുകൾ തമ്മിലുള്ള കളിക്കാർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു അടുപ്പം, അതൊക്കെ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും അർജന്റീന ടീമിന് ഏറെ അനുകൂല ഘടകമായിട്ട് മാറും. അതിനോടൊപ്പം തന്നെ ഗോൾ അവര് ക്ലാസ് ഗോളാണ് അൽവാരസ്. ആ ഗോളിലൂടെയാണ് അർജന്റീന തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ വിന്നിംഗ് ഗോൾ അടിക്കുന്ന ലോത്താരോ മാർട്ടിനസ്, ഇവരൊക്കെ സൂപ്പർ സബ്ബായിട്ട് പറയും, ഈ വേൾഡ് കപ്പിലെ സൂപ്പർ സബ്ബായിട്ട് പറയാം ലോത്താരോ മാർട്ടിനസ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ചും മെസ്സി ഗോൾ അടിക്കാത്ത മത്സരങ്ങളിലും അർജന്റീന ജയിച്ചു വരുന്നു എന്നുള്ള അതും പിറകിൽ നിന്നതിന് ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ്. തീർച്ചയായിട്ടും അർജന്റീന ടീമിന്റെ കോൺഫിഡൻസ് ഹൈ ലെവലാണ്. പക്ഷേ സ്പെയിൻ വളരെ മികച്ച ഒരു ടീമാണ് എന്നുള്ളത് നമുക്ക് എഴുതള്ളാൻ കഴിയില്ല. അതോടൊപ്പം എബിൻ റോസ്, ഈ ടാക്ടിക്കൽ ചേഞ്ച് നമ്മൾ പറഞ്ഞു നേരത്തെ, അതായത് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് ടാഗ്ലിയോഫിക്കോയെ പിൻവലിച്ചുകൊണ്ട്, ഒരു പ്രതിരോധ താരത്തെ പിൻവലിച്ചുകൊണ്ടാണ് ഒരു സ്ട്രൈക്കറെ ഇറക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് ഗോൾ നേടിയേ പറ്റൂ എന്ന സമയത്ത് അവിടെ തന്നെ ആ ഫോർമേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോലും മടിക്കാത്ത ഒരു ടീമായി അത് സ്കലോണിയുടെ സംഘം ആ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഓരോ മത്സരവുമാണ് ഞാൻ കാണുന്നത്, അല്ലാതെ അതിന് മുന്നിലുള്ള മറ്റൊരു കാര്യമല്ല, ഈ മത്സരത്തിന് ഇതാണ് തന്ത്രം എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ആ രീതിയിൽ മത്സരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആധുനിക ഫുട്ബോളിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓരോ മത്സരവും ആ മത്സരത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് എതിർ ടീമിന്റെ സംഘം വീക്കും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സെനാരിയോ എന്ന് പറയും, അതായത് പ്രാക്ടീസിന് സെനാരിയോ ഉണ്ടാവും. അതായത് റെഡ് കാർഡ് കിട്ടിയ ഒരു കളിക്കാരൻ മിസ്സായാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ബോള് അല്ലെങ്കിൽ ഫ്രീ കിക്ക് ഇതൊക്കെ ആരെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗോളിന് പിറകിൽ നിൽക്കുമ്പോൾ എങ്ങനെ കളിക്കണം, എങ്ങനെയൊക്കെയുള്ള ഒരു സെനാരിയോ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും അതാണ് പറഞ്ഞ ഈ വേൾഡ് കപ്പിന് സ്കലോണി കൃത്യമായിട്ട് ടീമിനെ എല്ലാ സാഹചര്യത്തിലും ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള ആ ഒരു സെനാരിയോ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ടാക്ടിക്കൽ ചേഞ്ചസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എബിൻ റോസ്, ഒരു ചോദ്യം കൂടി. കരിയറിന്റെ അവസാനം എന്ന് വിശേഷിപ്പിച്ച ഒരു ലോകകപ്പിലാണ് മെസ്സി ഇങ്ങനെ ആളിക്കത്തി പെർഫോമൻസ് നടത്തുന്നത്. എബിൻ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഈ 39 വയസ്സിലൊക്കെ ഇങ്ങനെ കളിക്കുന്നതിന് ഒരു താരം എന്ന നിലയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ നമുക്ക് വലിപ്പ ചെറുപ്പം ഇല്ലാതെ നമ്മളെ കുട്ടികളെ കളി ആരംഭിക്കുന്നതിന് 16-17 വയസ്സിലാണ് ശരിക്കും ഒന്ന് ബോൾ തട്ടാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ പറയും അവൻ വെട്ടറായി ഇനി കളിക്കാൻ കഴിവില്ല എന്ന് പറയും. അങ്ങനെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തലമുറയ്ക്ക് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. 4 വയസ്സ് മുതലുള്ള കുട്ടി 40 വയസ്സ് നമുക്ക് കളിക്കാൻ സാധിക്കും. നോക്കുക, മെസ്സിയെ കണ്ടുപിടിക്കുക, റൊണാൾഡോയെ കണ്ടുപിടിക്കുക, അവരുടെ ഫിറ്റ്നസ് ലെവൽ നോക്കുക, ഇപ്പോഴും വെങ്ങായിട്ട് കളിക്കുന്ന അവരുടെ ഒരു പോരാട്ട വീര്. ഇത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ പകർന്നു നൽകുക എന്നുള്ള ഒരു വലിയൊരു എന്താ പറയുക എക്സാമ്പിൾ മാത്രമല്ല, ഒരു മോട്ടിവേഷനും കൂടെയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എബിൻ റോസ്, ന്യൂസ് മലയാളവുമായി ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.